ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഉദ്ദേശം ഉണ്ടല്ലേ, ഒരു പരിപാടി നമ്മൾ ചെയ്യാനുണ്ട്, പക്ഷേ കുറച്ചും കൂടി സാധനങ്ങൾ കയ്യിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ, അതായത് ബിഷ്രുവിൻ്റെ, അവനിപ്പോൾ 2 വയസ്സായി. അപ്പോൾ അവൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടൊരു ആൽബം ചെയ്ത് കീപ്പ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ആദ്യം വിചാരിച്ചിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമുക്കത് ചെയ്യാമെന്ന്. പിന്നെ ഒന്ന് വിചാരിച്ചു, അവൻ അന്ന് ചെറിയ കുട്ടിയല്ല, അവനിപ്പോൾ ആൽബം കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള പ്രായമൊന്നുമില്ലല്ലോ. സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോൾ എനിക്ക് എക്സാം ആയിട്ട് അന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അവന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാണ് നല്ല ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഗിഫ്റ്റാണെന്ന് ഞാൻ പറയും. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബേസ് ആയിട്ട് നമുക്ക് ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇത് 2 പേപ്പേഴ്സ്, ഒരു ബ്രൗൺ കളർ പേപ്പറുണ്ട്, വൈറ്റ് കേട്ടോ. ഈ വൈറ്റിന് 4 റുപ്പീസാണ് ഒരു പേജിന് വരുന്നത്. ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബൾക്കായിട്ടാണ് കേട്ടോ, മീൻസ് ഒരു പാക്കാണ് വാങ്ങിയത്, 20 ഉണ്ട്, അതിന് 108 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഹാഫ് ആക്കിയിട്ടൊന്ന് മടക്കി. ഇനി ഞാൻ 21 ആയിരുന്നു അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 7 സെൻറ്റിമീറ്ററിലും പിന്നെ 14 സെൻറ്റിമീറ്ററിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 പേജാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഫോട്ടോ അനുസരിച്ചിട്ട് നമുക്ക് പേജസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് മാറ്റമൊന്നുമില്ല, നമ്മൾ എല്ലാ പേജും ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്, കാരണം ഞാൻ അവൻ്റെ ഡെലിവറിൻ്റെ മുൻപുള്ള 2 ഫോട്ടോസും കൂടി ഇതിൽ പ്രിൻറ്റ് ചെയ്തപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രിൻറ്റ് ഞാനിതാ ഇങ്ങനെ ഒരു ഫോട്ടോ പ്രിൻറ്റും എടുത്തിട്ടുണ്ട് A3, അതുപോലെ സ്റ്റിക്കർ പ്രിൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടിനും കൂടെ നമുക്ക് 100 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഫോട്ടോൻ്റെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഡേയിലെ ഫോട്ടോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ വൈറ്റ് ബോർഡർ കൊടുത്തിട്ടില്ലായിരുന്നു. സോ നമുക്ക് ബ്രൗൺ പേപ്പറിലോട്ട് ഡയറക്റ്റ് ഒട്ടിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഒന്ന് വൈറ്റ് ബോർഡർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പേപ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് ഫോട്ടോ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ ബോർഡർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു വൈറ്റ് പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ബ്രൗണിൽ നമ്മൾ ഡയറക്റ്റ് ഒട്ടിക്കുമ്പോൾ അത്ര ഒരു വൃത്തി ഉണ്ടാവില്ല, ഒരു ഭംഗി തോന്നില്ല. വൈറ്റും കൂടെ വരുമ്പം പിന്നെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു വിൻറ്റേജ് തീമിലാണ് കേട്ടോ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പ്രിൻ്റ് എടുത്ത് കാണിച്ചില്ലേ, ആ സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫോട്ടോക്ക് ഒരു വൈറ്റ് ബോർഡർ വന്നില്ലേ. അപ്പോൾ അങ്ങനെ അതൊന്ന് ഫോട്ടോ അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതിന് 12 റുപ്പീസാണ് കേട്ടോ ഒരു പേപ്പറിന് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ കീറിയിട്ട് എടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ കീറാൻ ശ്രദ്ധിക്കാൻ എപ്പോഴും പറയാറുണ്ട്, അതേ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇനി ഇതേ നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പേപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ഒട്ടിച്ചിട്ട് ഇനി എക്സ്റ്റെൻഡ് ആയിട്ട് വല്ലതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ ഞാനിവിടെ ഇങ്ങനെ ഒട്ടിക്കാണ് കേട്ടോ, ഒട്ടിച്ചെടുക്കുക. താഴത്ത് കണ്ടോ എക്സ്റ്റെൻഡഡ് പോർഷൻ ഉണ്ട്. അപ്പോൾ അത് ആദ്യം വെട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കത്രിക വെച്ചിട്ട് ഇതാ ഇങ്ങോട്ട് പുറകിൽ നിന്ന് വെട്ടിയാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഈ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ അവൻ്റെ ബിഫോർ 1 മന്തിൻ്റെ ഫോട്ടോസാണ്, അത് കഴിഞ്ഞിട്ടുള്ളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ വേറെ തീമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് കളർഫുൾ ആവുമല്ലോ. അപ്പോൾ ഇത് ബിഫോർ 1 മന്തിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് അവൻ്റെ ഫസ്റ്റ് പിക്കാണ്, ഡെലിവറി നടന്ന അന്നത്തെ May 20 ആയിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്നത്തെ പിക്കാണ്. അപ്പോൾ അവിടെ ഞാൻ യുവർ ഫസ്റ്റ് ഡേ എന്ന് എഴുതിയിട്ട് ജസ്റ്റ് സ്റ്റിക്കർ പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒട്ടിച്ചു. പിന്നെ നമ്മൾ ടീ ഡൈ ചെയ്തെടുത്ത് ഒരു എന്താ പറയുക, നമ്മൾ പിസ്ത കളറൊക്കെ ഇല്ലേ പേപ്പർ ഉണ്ടല്ലോ, ചാർട്ട്, ഗ്രീൻ കളർ ചാർട്ട് തന്നെ. ആ ചാർട്ട് ജസ്റ്റ് ടീ ഡൈ, അതായത് നമ്മൾ കോഫി പൗഡറിലും ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൊരു പേപ്പറായിരുന്നു. സോറി, കോഫി പൗഡർ അല്ല കേട്ടോ, അത് ഞാൻ ബ്രൗൺ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ബ്രൗണും യെല്ലോയും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ജസ്റ്റ് ഒരു കോട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിന് ആദ്യം തന്നെ കോർണറിൽ ഒരു ബ്ലാക്ക് ഷർട്ട് ഇങ്ങനെ കീറിയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. പിന്നെ അടുത്തത് ഞാൻ ബിഷ്രു അവൻ്റെ ഉപ്പച്ചിയും തമ്മിൽ ആദ്യമായിട്ട് കണ്ട ഫോട്ടോയാണ്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഉപ്പച്ചി ആൻഡ് ബിഷ്രു എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ ഉപ്പച്ചി എന്നാണ് വിളിക്കാറ്. അപ്പോൾ അത് എഴുതി. പിന്നെ അതേ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു മഷ്റൂമിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തു. പിന്നെ നല്ലൊരു ബ്ലാങ്ക് തോന്നുന്നുണ്ടല്ലേ ആ പേജിന്. എനിക്ക് ഈ പേജ് വല്ലാണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പേപ്പർ ആദ്യം ഒട്ടിച്ചാൽ മതിയെന്ന് തോന്നി. പിന്നെ ഞാനത് പറിക്കാനൊന്നും നിന്നില്ല. ഇനി നമ്മളൊരു സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബട്ടർഫ്ലൈയും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു കുറവ് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. പിന്നെ ഒരു പേജും കൂടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അഡീഷണൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്